ഇന്ന് എൻ്റെ അനിയൻ പൊന്നുക്കുട്ടൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അവന് ഗിഫ്റ്റ് വാങ്ങാൻ പോകാനാണ് ഈ തിരക്ക് പിടിച്ചൊരുങ്ങുന്നത്. ഒരുങ്ങിക്കൊണ്ടിരുന്നപ്പോൾ ഒരാൾ നല്ല ചൂട് പഴംപൊരി കൊണ്ടുവന്നു. അതൊക്കെ കഴിച്ച് വേഗം റെഡിയായി ഇറങ്ങി. നമ്മുടെ ആള് നേരത്തെ റെഡിയായി താഴ്ത്തു പോകുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ എറണാകുളത്തുള്ള ഡെക്കാത്തലൂണിലേക്കാണ് വന്നത്. ഒന്നെങ്കിൽ ഒരു സൈക്കിൾ അല്ലെങ്കിൽ സ്വിമ്മിങ്ങിനുള്ള സാധനങ്ങൾ, ഇതായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. പറയാൻ വിട്ടുപോയി, അവൻ നന്നായി സ്വിം ചെയ്യും കേട്ടോ. ഇപ്പോൾ സ്വിമ്മിങ് പ്രൊഫഷൻ ആക്കണം എന്നാണ് അവൻ്റെ ആഗ്രഹം. ഞങ്ങൾ സൈക്കിളൊക്കെ നോക്കിയതാ, ഒരാൾ സൈക്കിളൊക്കെ ഓടിച്ച് നോക്കുന്നത് കണ്ടു. പക്ഷേ സൈക്കിള് അങ്ങോട്ട് സെറ്റായില്ല. മാത്രമല്ല ആൾക്കിപ്പോൾ ഒരു സൈക്കിൾ ഉണ്ട് താനും. അങ്ങനെ ഞങ്ങൾ സ്വിമ്മിങ്ങിന് ആവശ്യമുള്ള ഫിൻസും ഷോർട്ട്സും ബാഗും അങ്ങനെ കുറച്ചധികം സാധനങ്ങൾ വാങ്ങി ഡെക്കാത്തലൂണിൽ നിന്ന് ഇറങ്ങി. ഇപ്പം തന്നെ അത്യാവശ്യം സന്ധ്യയായി. ഇനി നമുക്ക് കേക്ക് വാങ്ങണം. നമ്മൾ എരമല്ലൂർ കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ കേക്ക് വാങ്ങാൻ പോയപ്പോൾ അവിടെ ബ്രൗണി കണ്ടിട്ട് എനിക്ക് ബ്രൗണി കഴിക്കണം എന്ന് ആഗ്രഹം വന്നു. അങ്ങനെ ബ്രൗണിയൊക്കെ വാങ്ങിച്ച് കേക്കും വാങ്ങിച്ച് അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ പൊന്നൂന് അളിയൻ്റെ വക ഷർട്ടും പാൻറ്റും ഒക്കെ വാങ്ങാനായിട്ട് ഡ്രസ്സൊക്കെ വാങ്ങാൻ കയറി. അങ്ങനെ ഡ്രസ്സൊക്കെ വാങ്ങിച്ച് നേരെ വീട്ടിൽ വന്നപ്പം ഒരാൾ വാതിക്കെ തന്നെ ഞങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു ഗിഫ്റ്റ് കിട്ടാനായിട്ട്. അങ്ങനെ വന്ന ഉടനെ ഗിഫ്റ്റും കൊടുത്തു, അളിയൻ്റെ ഗിഫ്റ്റും കൊടുത്തു, എൻ്റെ ഗിഫ്റ്റും കൊടുത്തു. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ആൾ. സാധനം കൈ കിട്ടിയതോടെ അവൻ നാഗവല്ലിയായി മാറുന്നത് ഞാൻ കണ്ടു. ഇത് മാങ്ങാമല, ഇത് കാശിമാല എന്നൊക്കെ പറയുന്നത് പോലെ അവൻ ഓരോന്നായിട്ട് എടുത്ത് നോക്കുമായിരുന്നു. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അങ്ങനെ ആൾക്ക് ഭയങ്കര സന്തോഷമായി. എനിക്കൊരു ഹഗ്ഗൊക്കെ തന്ന് ഇതെല്ലാം ഇട്ട് നോക്കലായി അടുത്ത മണി കേട്ടോ. അത് നിലത്ത് വെച്ചിട്ടില്ല, അതുപോലെ അതും കൊണ്ട് നടപ്പായിരുന്നു. ഇട്ട് നോക്കുന്നു, തിരിയുന്നു, നീന്തൽ പോലെ നോക്കുന്നു, അങ്ങനെ പല പല കാട്ടായങ്ങളായിരുന്നു. ഞങ്ങൾ വരാൻ ഇച്ചിരി ലേറ്റ് ആയതുകൊണ്ട് അവൻ്റെ ഫ്രണ്ട്സൊക്കെ കേക്ക് കട്ടിങ്ങിന് ഉണ്ടായിരുന്നില്ല, അവരൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങളൊക്കെ തന്നെ നിന്ന് കേക്ക് കട്ട് ചെയ്തു. അവൻ്റെ അടുത്ത് നിൽക്കുന്നത് അവൻ്റെ സ്വിമ്മിങ് സാറാണ് കേട്ടോ. അങ്ങനെ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് അവൻ്റെ കോച്ച് പോയി. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാനിരുന്നു. ആ സമയത്തും ആൾ ഗിഫ്റ്റ് ഒന്നും എടുത്ത് മാറ്റി വെക്കുന്നുണ്ടായിരുന്നില്ല, അത് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എനിക്കാണെങ്കിൽ ഗ്യാസ് കയറലും നെഞ്ചരിച്ചിലൊക്കെ ആയിട്ട് ആകെ വിഷയമായി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങി. ആൾ പുറകെ ഓടി വന്ന് ടാറ്റയൊക്കെ തരുന്നുണ്ടായിരുന്നു ഗിഫ്റ്റ് കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യണേ.